സ്റ്റഡി കണ്ടന്റ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു, ടൈം മാനേജ്മെന്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താണെന്ന് വെച്ചാല് വെൽ ബീയിങ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കോൺഷ്യസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് റിക്കോൾ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ. അത് പഠനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഡെയിലി ബേസിസിൽ എല്ലാ കാര്യത്തിലും നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും പഠിച്ച കാര്യങ്ങളെ പെട്ടെന്ന് റിക്കോൾ ചെയ്യാനും മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ നമ്മളുടെ ഈ വെൽ ബീയിങ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ വാട്ട് ആർ ദ തിങ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ എ വെൽ ബീയിങ്? നമ്മൾ എന്തൊക്കെ കാര്യമാണ് നമ്മൾ മുന്നോട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനഫ് സ്ലീപ്പ് എന്നുള്ളത്. നമ്മൾ മസ്റ്റ് ആയിട്ടും ഓൾമോസ്റ്റ് ഒരു 6 to 7 hours നമ്മൾ കണ്ടിന്യൂസ് ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി സ്ലീപ്പ് നമുക്ക് കിട്ടണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂഡ് ഡിസോർഡേഴ്സ് വരും, നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബാക്ക് ടു ബാക്ക് നമ്മളിങ്ങനെ അനോയ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇനഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്ററാണ്. ഗുഡ് ഇനഫ് എമൗണ്ട് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക, ജങ്ക് അല്ലാത്ത ഈ ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്ന സമയത്ത് വല്ലാത്ത ടയർഡ്നെസ്സും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേയിൽ നമ്മൾ ആവൂല, നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ബാക്ക് ടു ബാക്ക് വരും. സോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ആൻഡ് ഇനഫ് നല്ല വെള്ളം കുടിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബോഡിയിലേക്ക് ബ്രെയിനിലേക്കൊക്കെ നമ്മൾ ഒത്തിരി ഓക്സിജൻ സപ്ലൈസ് ഒക്കെ നന്നായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് പഠിക്കാനൊക്കെ ഉള്ള ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദ തിങ് ഈസ് നമ്മൾ മെഡിറ്റേഷൻ, യോഗ ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്തിനെ വെൽബീയിങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് പ്രാക്ടീസസ് നമ്മൾ ചെയ്യുക. അത് ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ജോഗ് രീതിയിലായിരിക്കും, ജോഗിങ് പോകുന്നതായിരിക്കും, ചിലർക്ക് എക്സസൈസ് ആയിരിക്കും, ചിലർക്ക് മെഡിറ്റേഷൻ ആയിരിക്കും. എന്തായാലും നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഫുൾ ടൈം പഠിച്ച് അങ്ങോട്ട് സ്ട്രെസ്ഡ് ആവണ്ട, എന്നാൽ പഠിക്കുക. റെഗുലർ ആയിട്ടുള്ള ഇനീഷ്യൽ ഇന്റർവെൽസിൽ വേണ്ട രീതിയിൽ ചെറിയ ചെറിയ ഇന്റർവെൽസ് എടുക്കുക, ചെറിയ ചെറിയ രീതിയിലുള്ള മ്യൂസിക്കുകൾ കേൾക്കുക, എന്റർടൈൻഡ് ആവുക. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യുക, പഠിക്കുകയും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയം ഇനീഷ്യലി നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, ആ കൺസിസ്റ്റൻസിയിലൂടെ അത് കവറപ്പ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ സ്റ്റഡീസിന്റെ കാര്യത്തിലും ടൈമിന്റെ കാര്യത്തിലും ഒക്കെ ആ കറക്റ്റ് എല്ലാം എവറിത്തിങ് വിൽ ബി ഫോളോയിങ് ഓൺ പ്ലേസ്. അപ്പം ഈ വെൽ ബീയിങ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് മറ്റത് രണ്ടെണ്ണം കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ടും ടൈം മാനേജ് ചെയ്തിട്ടും കാര്യമില്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നിങ്ങളുടെ ക്രൂഷ്യൽ ടൈമാണ്. സോ സ്റ്റഡി കണ്ടന്റ്സ് ഒക്കെ ക്ലിയർ ആക്കി പഠിച്ച് എക്സാമിന് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.